കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വൻ നഗരം. അവിടെ നിരനിരയായി വിന്യസിച്ചിരിക്കുന്ന യുദ്ധവിമാനങ്ങളും മിസൈലുകളും. പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങൾ അടിമുടി മാറുകയാണെന്നതിന്റെ ഒന്നാം തരം ഉദാഹരണത്തിന്റെ നേർചിത്രമാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ താക്കോൽ തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ ലോകശക്തികളെ പോലും ഞെട്ടിക്കുന്നതാണ്. വെറുമൊരു നാവിക അഭ്യാസത്തിനപ്പുറം ആഗോള സാമ്പത്തിക പാതകളെ നിയന്ത്രിക്കാൻ പോന്ന ഒരു മിസൈൽ നഗരം തന്നെ ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നു. പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വലിയൊരു തുരങ്കങ്ങളിലായി നിരത്തിയിരിക്കുന്ന നാവിക ഡ്രോണുകളും കപ്പൽ വിരുദ്ധ മിസൈലുകളും കടൽ മൈനുകളും വ്യക്തമായി കാണപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില ഭാഗങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വിക്ഷേപിക്കുന്നതും പരീക്ഷണങ്ങൾ നടത്തുന്നതുമായ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ റെക്കോർഡിംഗുകൾ എപ്പോഴാണ് ചിത്രീകരിച്ചതെന്നതോ പിന്നീട് അമേരിക്കയോ ഇസ്രായേലോ ഈ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നതോ വ്യക്തമല്ല. എന്നാൽ പുറത്തു വന്ന ചിത്രങ്ങളിൽ ഒരു തുരങ്കത്തിനുള്ളിൽ ട്രെയിലറിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാവിക ഡ്രോണിന് സമീപം ഇറാന്റെ മുൻ സുപ്രീം നേതാവ് അലി ഖമേനിയുടെ ചിത്രം കാണപ്പെട്ടത് ഈ സൈനിക സൗകര്യത്തിന്റെ രാഷ്ട്രീയ പ്രതീകാത്മകതയും വ്യക്തമാക്കുന്നു. ദേശീയ മാധ്യമമായ NDTV ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നാവിക ഡ്രോണുകൾ USV അഥവാ അൺമാൻഡ് സർഫേസ് വെഹിക്കിളുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. മനുഷ്യൻ നിയന്ത്രിക്കാത്ത ചെറിയ വേഗ കപ്പലുകൾ പോലെയുള്ള ഇവ വെള്ളത്തിന്റെ ഉപരിതലത്തിലോ അതിന് തൊട്ടു താഴെയോ സഞ്ചരിക്കാൻ കഴിയും. പലപ്പോഴും ഇവയിൽ ശക്തമായ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരിക്കും. ലക്ഷ്യവസ്തുവിൽ ഇടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചെറിയ വലിപ്പം കാരണം ഇവ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സമുദ്ര യുദ്ധത്തിൽ പുതിയ ഭീഷണിയായി ഇത്തരം ഡ്രോണുകൾ കണക്കാക്കപ്പെടുന്നു. സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഈ ഭീഷണിയുടെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. മാർച്ച് 1 മാർഷൽ ദ്വീപുകളിൽ രജിസ്റ്റർ ചെയ്ത MKD VYOM എന്ന ക്രൂഡ് ഓയിൽ ടാങ്കർ ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം 44 നോട്ടിക്കൽ മൈൽ അകലെ ആക്രമിക്കപ്പെട്ടു. ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി നൽകിയ വിവരങ്ങൾ പ്രകാരം ആളില്ലാ ഉപരിതല കപ്പൽ ജലരേഖയ്ക്ക് തൊട്ടുമുകളിൽ ടാങ്കറിനെ ഇടിച്ചു. തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ മുറിയിൽ വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു ആക്രമണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇറാഖിലെ ഗോർ അൽ സുബൈർ തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന സോണൻഗോൾ നമീബെ എന്ന ഓയിൽ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്പീഡ് ബോട്ടിന് സമാനമായ ഒരു ചെറിയ ഡ്രോൺ കപ്പലിൽ വന്നിടിക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു. സ്ഫോടനത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും 23 ജീവനക്കാരും സുരക്ഷിതരാണ്. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന വിവരം പുറത്തുവിടാൻ കപ്പൽ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഗൾഫ് മേഖലയിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടന്ന കുറഞ്ഞത് 2 ആക്രമണങ്ങളിലും ഇത്തരം നാവിക ഡ്രോണുകൾ ഉപയോഗിച്ചതായി സമുദ്ര സുരക്ഷാ അധികൃതർ പറയുന്നു. ചെറിയ ചിലവിൽ നിർമ്മിക്കാവുന്നെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ സമുദ്ര യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്നുവെന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പുതിയതല്ല. റഷ്യക്കെതിരെ യുദ്ധം നടത്തുന്ന യുക്രൈൻ സേനയും സമാനമായ നാവിക ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തെ ലക്ഷ്യമാക്കി ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘങ്ങളും ഇത്തരം കപ്പലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ തന്നെ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സമുദ്ര ആക്രമണം ഭാവിയിലെ യുദ്ധങ്ങളിൽ പ്രധാന തന്ത്രമായി മാറുമെന്ന് പല പ്രതിരോധ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെയായി ലോകശ്രദ്ധ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര ചെക്ക് പോയിന്റുകളിൽ ഒന്നായ ഈ കടലിടുക്കിലൂടെ ലോകത്തിലെ ഏകദേശം 1/5 എണ്ണ കയറ്റുമതി നടക്കുന്നു. അതിനാൽ തന്നെ ഈ പാതയിൽ ഗതാഗതം തടസ്സപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്താൽ ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രതിഫലനം ഉണ്ടാകും. ഇറാൻ മുമ്പ് തന്നെ ആവശ്യമായ സാഹചര്യങ്ങളിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടയാൻ കഴിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില വ്യാപാര കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ കടലിടുക്ക് വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി മന്ദഗതിയിലായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആഗോള എണ്ണവിലയിൽ വലിയ ഉയർച്ച ഉണ്ടാകാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ചില സാമ്പത്തിക വിശകലനങ്ങൾ പ്രകാരം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാൻ എണ്ണവില ബാരലിന് $200 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോഴത്തെ സംഘർഷം ഒരു പ്രാദേശിക സുരക്ഷാ പ്രശ്നമെന്നതിലുപരി ആഗോള സാമ്പത്തിക വ്യവസ്ഥയും ഊർജ്ജ വിപണിയെയും ബാധിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. സമുദ്ര യുദ്ധത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്നതും വലിയ ശക്തികൾ തമ്മിലുള്ള രാഷ്ട്രീയ മത്സരം ശക്തമാകുന്നതും ചേർന്നപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നായി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്.